ശ്രീ ബി ജി വിഷ്ണു, കേരളത്തിലുള്ളവരും ഒരുപക്ഷെ വല്ലാതെ ആഗ്രഹിക്കുന്നത് താങ്കളുടെ അടക്കം ബി ജെ പി നേതാക്കൾ എന്ത് പറയുന്നു എന്നറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് രാവിലെ മുതൽ 11 മണിക്ക് ആരംഭിച്ച നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് പ്രസംഗം. ആ പ്രസംഗത്തിലുടനീളം കേട്ട 3 വാക്കുകളാണ്. ഒന്ന് മോദി, 2 മിഡിൽ ക്ലാസ്, 3 ബീഹാർ. ഈ 3 കാര്യങ്ങളായിരുന്നു. മോദി പിന്നെ നിർമ്മലാ സീതാരാമൻ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ പാർലമെൻറ്റിലെ ബി ജെ പി അംഗങ്ങളെല്ലാം മോദി മോദി എന്ന് ആർത്ത് വിളിക്കുകയായിരുന്നു. ഈ 3 വാക്കുകളും ചില സൂചനകളാണ് നൽകുന്നത്. ഇവിടെ രാജ്യം മുന്നോട്ട് വെച്ച ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കേരളത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. വിലക്കയറ്റം പിടിച്ചു നിർത്തുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, ഒപ്പം തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. രാജ്യം ഏറ്റവും പ്രസക്തമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, രാജ്യം ആവശ്യപ്പെടുന്ന 3 പ്രശ്നങ്ങൾക്കുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇന്നത്തെ ബജറ്റിൽ ഉണ്ടായിരുന്നു. വിലക്കയറ്റം പിടിച്ചു നിർത്തിയോ? അതിനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നോ? ഒപ്പം തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? യുവാക്കൾ പറഞ്ഞ തൊഴിലില്ലായ്മയുടെ പ്രശ്നം, 2 കോടി തൊഴിലെന്നൊക്കെ 2 ടേം മുമ്പ് നരേന്ദ്രമോദി അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ ശ്രീ ബി ജി വിഷ്ണു? നമസ്കാരം. നരേന്ദ്രമോദി, 3ാം മോദി സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബഡ്ജറ്റ് ഈ രാജ്യത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുന്നതിൽ കുതിപ്പും ദേശീയ തലത്തിൽ തന്നെ സാധാരണക്കാരുടെയും മധ്യവർഗത്തിനെയും കൈപിടിച്ചുയർത്താവുന്ന ഒരു ബഡ്ജറ്റാണ്. പക്ഷേ മഞ്ഞപ്പിത്തം ബാധിച്ചവന് എല്ലാം മഞ്ഞ പിടിച്ചിരിക്കുന്നത് പോലെയാണ് ചില മാധ്യമങ്ങളും കോൺഗ്രസും CPM ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഒരു സംസ്ഥാന ബഡ്ജറ്റല്ല, ഇത് കേന്ദ്ര ബഡ്ജറ്റാണ്. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും മുഴുവൻ മേഖലകൾക്കും ഗുണം നൽകുന്ന രീതിയിൽ വളരെ വിശദമായി തന്നെയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇത്തരത്തിലുള്ളൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മധ്യവർഗത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് അവർക്ക് വളരെയധികം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റ്. കർഷകർക്ക് വേണ്ടി കിസാൻ ക്രെഡിറ്റ് വായ്പ ഉയർത്തി, അങ്ങനെ രാജ്യത്തെ കർഷകർ, മധ്യവർഗത്തിൽപ്പെട്ടവരിൽപ്പെടുന്ന യുവാക്കൾ, സ്ത്രീകൾ എന്നിവർക്ക് വലിയ പരിഗണനയാണ് കേന്ദ്ര ബഡ്ജറ്റ് ഉന്നം വച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ബഡ്ജറ്റ് ആഗോളതലത്തിൽ തന്നെ ഭാരതത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റി. 4ാം സ്ഥാനത്ത് നിന്ന് ഭാരതം 3ാം സ്ഥാനത്തിലേക്ക് കുതിക്കുന്നതിൻ്റെ വലിയ ദിശാസൂചനകൾ തന്നെയാണ് ഈ ബഡ്ജറ്റ് നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ല ശ്രീ ബി ജി വിഷ്ണു, ഞാൻ ഒരു കാര്യം ഇടപെട്ടുള്ളൂ. താങ്കൾ പറഞ്ഞത് ശരി തന്നെയാണ്, കേന്ദ്ര ബജറ്റാണ്. താങ്കളുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞത് കേരളത്തിൻ്റെ ബജറ്റല്ല, കേന്ദ്ര ബജറ്റാണ് എന്ന രീതിയിൽ പറയുകയും ചെയ്തു. മൊത്തം 25 ലക്ഷം കോടിയാണ് ബജറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം. കേരളത്തിന് ലഭിച്ചത് എത്രയാണ്? ഓരോ സംസ്ഥാനത്തിന് ലഭിച്ചത് എത്രയാണ്? കഴിഞ്ഞ വർഷത്തെ കേരളത്തിന് ലഭിച്ച 73,000 കോടി കിട്ടേണ്ടയിടത്ത് 30,000 കോടി മാത്രമാണ് കിട്ടിയത്. 40,000-ൻ്റെ കുറവ് അവിടെ തന്നെയുണ്ട്. ഇത്തവണ കേരളം പറഞ്ഞ് 24,000 കോടിയുടെ പാക്കേജ് ആവശ്യപ്പെട്ടു. ഒരു പേര്, കേരളം എന്നുള്ള പേര് ഉണ്ടായിരുന്നോ? ഒപ്പം തന്നെ വയനാടിൽ വലിയ പാക്കേജ് 2,000 കോടി ആവശ്യപ്പെട്ടിരുന്നു, തന്നോ? വിഴിഞ്ഞം എന്ന് പറയുന്ന പദ്ധതി, അത് രാജ്യത്തിനാകെ തന്നെ അഭിമാനമായ പദ്ധതി, 1 രൂപ വിഴിഞ്ഞത്തിന് തന്നോ? അതോടൊപ്പം തന്നെ ദേശീയപാത വികസനത്തിൽ 6,500 കോടി, രാജ്യത്ത് മറ്റൊരു സംസ്ഥാനം ചെലവഴിക്കാത്ത തുക 6,500 കോടി രൂപ കേരളം ചെലവഴിച്ചു. ആ പൈസ തരണമെന്നല്ല പറഞ്ഞത്, വായ്പ എടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയോ മോദി സർക്കാരിൻ്റെ ബജറ്റിൽ? 10 വർഷത്തെ ബഡ്ജറ്റുകൾ പരിശോധിക്കുമ്പോൾ കേരളം ആവശ്യപ്പെട്ട തുകയിൽ, അല്ലെങ്കിൽ 20 വർഷത്തെ നോക്കുമ്പോൾ കേരളം ആവശ്യപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ തുകകൾ അനുവദിച്ചത് കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ബഡ്ജറ്റിലാണെന്ന് കണക്കുകൾ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവും. UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്ന UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലുമെല്ലാം കേരളത്തോട് വലിയ നിരാശാജനകമായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഓരോ ബഡ്ജറ്റിലും ഘട്ടം ഘട്ടമായി കേരളത്തെ മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളെയും കൈപിടിച്ചുയർന്നു. കേരളം ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം ഊന്നി നിൽക്കുന്നു. വയനാട് എപ്പോഴും വയനാട് മാത്രമേ ഉള്ളൂ. വയനാടുമായി ബന്ധപ്പെട്ട ഏതാണ്ട് കേന്ദ്ര സർക്കാരിന് മുമ്പിലുള്ള കാര്യങ്ങൾ ഭാഗികമായി കേന്ദ്രം പരിഹരിച്ചു കഴിഞ്ഞു. അല്ല, അതിനെ തന്നെ ശ്രീ ബി ജി വിഷ്ണു, താങ്കളുടെ എപ്പോഴും വയനാട് എന്ന് പറഞ്ഞാൽ വയനാട് കേരളത്തിന് ഇപ്പോഴൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ മാത്രമല്ല, താങ്കൾ പറഞ്ഞ എല്ലാ കാലത്തും കേരളത്തോട് വലിയ രീതിയിൽ, അതുകൊണ്ടായിരിക്കും സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നത് കേരളത്തിന്. ഏതായാലും താങ്കളിലേക്ക് ഞാൻ തിരിച്ചു